ബൈജു ചേട്ടാ പോവാണോ? പോവാണോ? പോകുന്നില്ല, പോയിട്ട് വരും. എങ്ങനെയുണ്ട്? പോയാലല്ലേ വരാൻ പറ്റുള്ളൂ. അത് ശരിയാ. ഒരു മിനിറ്റ് ഒന്ന് നിൽക്കോ? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാൽ ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ പോലെ പോലെ ചേട്ടാ. എന്നെ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ എടുക്കാൻ വന്നത് അവിടെ ഏത് പടത്തിന്റെ ഇന്റർവ്യൂ? ഏത് പടത്തിന്റെ സമയത്ത്? ഈ കഴിഞ്ഞ ദിവസം സിജു സണ്ണിയൊക്കെ ഉള്ള സിനിമ ഏതായിരുന്നു? പിന്നെ എത്ര നേരം നമ്മൾ സംസാരിച്ചു. ചേട്ടാ എന്നിട്ട് ചോദിക്കട്ടെ, എനിക്ക് എത്രാമത്തെ തവണ ചേട്ടൻ ഇതിലേക്ക് വരുന്നത്? 31 വർഷമായി. 31 വർഷം വന്നിട്ടുണ്ടോ? ഇല്ല, മിസ്സായി. ഓക്കെ, ജഗതി ചേട്ടനൊക്കെ വന്നിരുന്നു, കണ്ടിരുന്നു. എങ്ങനെയുണ്ട്? എല്ലാരെയും കണ്ട് മീറ്റ് ചെയ്തപ്പോ? ഇനിയാണ് ശരിക്കുള്ള മീറ്റിംഗ് തുടങ്ങാൻ പോകുന്നത്. ശേഷം നല്ല വിശേഷം. കഴിഞ്ഞ ദിവസം നമ്മൾ അങ്ങ് കണ്ടോളൂ. അതെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു, കുടുംബ സംഗമത്തിൽ കണ്ടു, പ്രോഗ്രാമിൽ ആത്മയുടെ പരിപാടിക്ക് കണ്ടു. കറക്റ്റ്, ആത്മയ്ക്ക് ഒരു ബൈറ്റ് തരാൻ പറ്റിയില്ല, കാരണം നിങ്ങൾ വന്നില്ല എന്റെ അടുത്ത്. ഞാൻ വന്നു, അപ്പൊ ചേട്ടൻ അതിലേക്കൂടെ ഭയങ്കര തിരക്കായിട്ട് അവിടെ കണ്ടിരുന്നു. നമ്മൾ കണ്ട് സംസാരിച്ചല്ലോ. അതെ, അപ്പൊ ഇതിനെക്കുറിച്ച് എന്താ പറയണ്ടേ? അമ്മയുടെ എന്താ പറയാ, നമ്മുടെ കുടുംബത്തിന്റെ അതെ, കുടുംബത്തിലെ പരിപാടി ജനറൽ ബോഡി മീറ്റിംഗ് എന്നുള്ള ഒരു ഔദ്യോഗിക നാമത്തിൽ നമുക്ക് വിളിക്കാമെങ്കിൽ കൂടിയും നമ്മളതാ ഞാനിപ്പോൾ സരിയോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഇവരുടെ ഞാനങ്ങനെ അമ്മയുടെ ഓഫീസിൽ ഒന്നും അങ്ങനെ പോയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കുടുംബസംഘത്തിൻ്റെ ഭാഗമായിട്ട് എറണാകുളത്ത് ഉള്ളതുകൊണ്ട് നമ്മുടെ കുറേ ഫ്രണ്ട്സൊക്കെ ആണല്ലോ ഇപ്പം ഓഫീസ് ബേറാസായിട്ടിരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് ചുമ്മാ ഒന്ന് പോയപ്പോൾ കാണുന്ന വെച്ചാൽ ഇവർ കൈയും മെയ്യും മറന്ന് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നതാണ്. ഇതുവരെ നമ്മൾ നയിച്ചത് അഡോക് കമ്മിറ്റിയാണ്. ഇപ്പൊ കറന്റ് സിറ്റുവേഷനിൽ അഡോക് കമ്മിറ്റിയുടെ പ്രവർത്തനം എങ്ങനെയുണ്ട്? 100% ഞാൻ അതിന് 100 മാർക്ക് കൊടുക്കും. കാരണം വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു അമ്മ സംഘടന. അതിനകത്ത് പെട്ടെന്ന് ആരോപണങ്ങളും മറ്റതും അറിയാമല്ലോ, അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരു വലിയ 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, സഞ്ജീവിനി, അതായത് മരുന്നുകൾ വീട്ടിൽ സൗജന്യമായി എത്തിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പാവപ്പെട്ട ഒരുപാട് പേരുണ്ട്. 534 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 100 പേര് ഒഴിച്ച് ബാക്കി 434 പേരും കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ വയ്യായ്മയുടെ സമയത്ത് അവർക്ക് എല്ലാ മാസവും മരുന്നുകൾ ഉപയോഗിക്കേണ്ട അവസ്ഥ വരുമ്പോൾ അതിന് പോലും കാശിലായിരിക്കുന്ന അവരുടെ വീടുകളിൽ കൊറിയറായിട്ട് മരുന്ന് എത്തിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അതാണ് ആദ്യത്തെ നേട്ടം എന്ന് പറയുന്നത്. 2, കുടുംബസംഘം എന്ന് പറയുന്നത് നമ്മൾ എത്രയോ വർഷം കൊണ്ട് നമ്മളിങ്ങനെ പ്ലാൻ ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമെങ്കിലും അത് പ്രാവർത്തികമാക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. നമ്മുടെ കുടുംബങ്ങൾ എന്താ കാണുന്നത്? അവർ കാണുമ്പോൾ രാവിലെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു പോകുന്നു, തിരിച്ചു വരുന്നു. കുടുംബങ്ങൾക്കറിയണം നമ്മൾ എന്താ ജോലി ചെയ്യുന്നത്. നമ്മുടെ ജോലി, നമ്മുടെ സഹപ്രവർത്തകർ, വലിയ സ്റ്റാർ ഡമ്മിലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ്. അതുപോലെ തന്നെ ജനങ്ങൾക്കും മനസ്സിലാവണം നമ്മൾ കുടുംബങ്ങളുള്ള ആൾക്കാരാണ്. മനസ്സിലായില്ലേ? ജനങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ വെറും ആർട്ടിസ്റ്റുകളാണ്. അപ്പം നമുക്കും കുടുംബങ്ങളുണ്ട്, നമ്മുടെ കുടുംബത്തിനും നമ്മളും സാധാരണ മനുഷ്യരാണ്. അപ്പോൾ അത് ഒരു വലിയ നേട്ടമാണ്. ഇനി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ കമ്മിറ്റിക്ക് സാധിക്കുമെന്നും അമ്മ കുറച്ചുകൂടെ ഒക്കെ ശക്തമായിട്ട് വരുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ. ഓക്കെ, അങ്ങനെ തന്നെ ആവട്ടെ. ഈ സന്തോഷവും ഒരു കൂട്ടായ്മയൊക്കെ എന്നും ഉണ്ടാവട്ടെ. 100% ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. കാണാതെ മുങ്ങി നടക്കുമായിരുന്നു. ഞാൻ കണ്ടിരുന്നു രജിസ്ട്രേഷനില്. എന്തുണ്ടായിട്ടാ വിശേഷം? നല്ല വിശേഷം. എല്ലാം ഹാപ്പി ആയിട്ട് പോകുന്നു, ഗംഭീരമായിട്ട് പോകുന്നു. കൂടെയുള്ള ആൾ എന്ത് ചെയ്യും? നോബി ചേട്ടനെ കണ്ടു. കൂടെ സഹധർമ്മിണി ഇന്ന് ഇവിടെ പറ്റില്ലല്ലോ. നമ്മൾ ഇവിടെ മെമ്പർഷിപ്പ് ഉള്ളവർ മാത്രമല്ല, ഫാമിലി അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കൊണ്ടുവന്നില്ല. നല്ല ഉറപ്പായിട്ടും കൊണ്ടുവന്നില്ല. എങ്ങനെയുണ്ട്? ഇത്ര വർഷമായി, 31 വർഷമായി ജനറൽ ബോഡി 31ാമത്തെയാണ് കൂടുന്നത്. എങ്ങനെയുണ്ട് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ്? അല്ല, 31 വർഷമായതിൻ്റെ അല്ല, നമ്മൾ ഈ ഒരു സംഘടനയിൽ അംഗത്വം കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു അംഗത്വം കിട്ടണതാണ്. അത് തന്നെ വലിയ സന്തോഷം. ഈ തവണ വരാൻ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് വലിയ ഫാക്ടർ എന്തായിരിക്കും? അല്ല, എല്ലാ തവണയും നമുക്ക് എക്സൈറ്റ്മെന്റ് തന്നെ. കാരണം ആ വർഷത്തിൽ ഒരു ദിവസം നമ്മൾ വന്ന ഈ ഒരു ദിവസം വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണല്ലേ, അത് ഭയങ്കര എക്സൈറ്റ്മെന്റ്. അതൊക്കെ തന്നെ ഏറ്റവും വലിയ. ശ്രീനേട്ടൻ വന്ന്, ചേട്ടൻ വന്ന്, അതുപോലെ തന്നെ സുരേഷ് ചേട്ടൻ വന്നേക്കണം. എല്ലാവരും അതിനുണ്ട് ഇപ്രാവശ്യം. നമുക്ക് മാത്രമേ ഇല്ലാത്തുള്ളൂ. ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണത്. വളരെ സന്തോഷം. ഹാപ്പി, അടിപൊളി. സുഖം. ഓക്കെ, ഇത് എത്രാമത്തെ ജനറൽ ബോഡിയാണ്? എൻ്റെ ഇവനൊരു 7-8 ആയിട്ട്. ഇത്തവണ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഫാക്ടർ എന്താണ്? അല്ല, അത് എല്ലാ പ്രാവശ്യവും നമ്മളെല്ലാവരും കാണുക, സംസാരിക്കുക, എല്ലാവരെയും നമ്മൾ ഒരുമിച്ച്. കാരണം നമ്മൾ ഷൂട്ടിംഗ് സ്ഥലത്ത് എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ടാവില്ല, നമ്മൾ അപ്പം കാണുക, അതൊരു രസം. നല്ല അടിപൊളിയല്ലേ?
ഭയങ്കര ഇഷ്ടത്തോടു കൂടിയിട്ടാണ് വരുന്നത്. ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട്, നമ്മുടെ ജഗതി ചേട്ടൻ വന്നിട്ടുണ്ട്, ശ്രീനേട്ടൻ വന്നിട്ടുണ്ട്. അവരൊക്കെ കണ്ടിരുന്നോ? കണ്ടു. ജഗതി ചേട്ടനുമായിട്ടുള്ളൊരു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, കാരണം ഞാൻ ആ സമയത്ത് പിന്നെ ജയിച്ചേട്ട അഭിനയിക്കുന്ന സമയത്ത് ഞാൻ സിനിമയിൽ വന്നിട്ടില്ല. അല്ല, അദ്ദേഹത്തിനുമായി പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഓർക്കുമ്പോൾ? എനിക്ക് ജഗതി ചേട്ടൻ്റെ സീൻസിൽ ഞാൻ എപ്പോഴും ജഗതി ചേട്ടൻ ഭക്ഷണം കഴിക്കണേ, പ്രത്യേകിച്ച് ചിക്കൻ കാൽ കഴിക്കണേ, ഇത് കണ്ട അപ്പം നമുക്ക് ചിക്കൻ കഴിക്കാൻ തോന്നും. അത് ഭയങ്കര, അത് ഏത് സിനിമയിലും മുമ്പ് കഴിക്കണതുണ്ട്, അപ്പം നമുക്ക് കഴിക്കാൻ തോന്നും. പൊതുവെ അങ്ങനെയാണ് പ്രത്യേകതയാണ്. പിന്നെ എല്ലാ കോമഡിയും, കാരണം ഞാൻ ഇപ്പോഴും എൻ്റെ മക്കളൊക്കെ എപ്പോഴും ചേട്ടൻ്റെ പഴയ പടങ്ങളും അതും ഇതൊക്കെ എടുത്ത് കാണുമ്പം ആ ഒരു ഹ്യൂമറൊന്നും നമ്മളൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനത്തെ ഹ്യൂമറല്ലേ അവർ ചെയ്യുന്നത്. അപ്പം ഞാൻ ഏഷ്യാനെറ്റിൻ്റെ ഒരു അവാർഡ് ഫംഗ്ഷന് ചേട്ടനെ അവിടെ നിന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. അന്ന് അതേപോലെ വീൽ ചെയറിൽ ഞങ്ങൾ അത് അന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായി. ആ ഫോട്ടോ എപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. നല്ല സന്തോഷം ചേട്ടാ, വീണ്ടും കാണാൻ സാധിക്കും. താങ്ക് യു. ഹായ് ചേട്ടാ, നമസ്കാരം. കുറെ മാസങ്ങൾ കൂടിയാ കാണുന്നത് അല്ലേ? നമ്മൾ ഇടയ്ക്ക് മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തുണ്ട് വിശേഷം? സുഖം. ഈ ഒരു ദിവസത്തിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. അപ്പൊ എല്ലാ കൊല്ലം മറക്കാണ്ട് ഞങ്ങളോട് വരും. പിന്നെ ഇറ്റ് ഫൺ. എല്ലാവരെയും സീനിയർ കുറെ ആക്ടേഴ്സിനെ കാണാം. നല്ല രസമാണ്. ഇടയ്ക്ക് ഇപ്പൊ വ്ളോഗ് ഒക്കെ കാണാമല്ലോ, സ്റ്റാറ്റസ്, കൃഷി പരിപാടിയൊക്കെ ആയിട്ട്. കൃഷിയൊക്കെ ഉണ്ട്, വലിയ ഫാമൊക്കെ ഉണ്ട്. കൊച്ചി തന്നെയാണല്ലേ അത്? ഈ ഫാമിംഗ് ഇൻട്രസ്റ്റ് ആണ്, അപ്പൊ അതുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ ഈ ഓരോ തവണ വരുമ്പോഴും ഓരോ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് നമുക്ക് ഉണ്ടാവും. ഈ തവണ ചേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നപ്പം എന്തായിരുന്നു എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്? ഇത്തവണ കാരണം കഴിഞ്ഞ തവണ നമ്മൾ ഈ ഫാമിലി മീറ്റ് ഒക്കെ നടന്നപ്പോൾ ഭയങ്കര ഒരു ബോണ്ടിങ് ആയിരുന്നു, എല്ലാവരും ഫാമിലി ആയിട്ടും കാണാനും. പിന്നെ ഞങ്ങൾ പിന്നെ ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാം കൂടെ നല്ല ഫ്രണ്ട്ലി ആണ്. സോ അപ്പോൾ ഇത്തവണ കഴിഞ്ഞ മീറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഒരു രസമായിരുന്നു. അപ്പോൾ ഇത്തവണ എല്ലാവരും കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഓക്കെ. ഇപ്പം അമ്മയുണ്ട്, അമ്മായിയാണല്ലോ ജയപാൽജി. അപ്പം അവരൊക്കെ എന്ത് പറയുന്നു? സുഖമായിട്ട് ഇന്ന് വരാനിരിക്കുകയായിരുന്നു, പക്ഷേ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് വരാൻ പറ്റിയില്ലെങ്കിൽ. എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് വരാനിരിക്കുകയായിരുന്നു, പിന്നെ ചില കാര്യങ്ങളൊന്നും വന്നില്ല. നെക്സ്റ്റ് ടൈം എന്തായാലും വരും. തീർച്ചയായിട്ടും. ജഗതി ചേട്ടനെയൊക്കെ കണ്ടിരുന്നോ? കണ്ടു. ഓക്കെ, അപ്പം വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തും. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ, അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഇത്തവണയും ബില്ലൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലറിന്റെ സോളാർ. സോൾ സ്റ്റെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ്. House of Sarees by Maharani Wedding Collections, Todupuzha.